മോളിവിടെ എന്തെടുക്കുവാ? പിന്നിൽ നിന്നും ഗൗരവത്തിലുള്ള ചോദ്യം. നക്ഷത്ര ഞെട്ടലോടെ ചെയറിൽ നിന്നും താഴേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കി. അത് ഈ കബോർഡിൽ കൈ എത്തുന്നില്ല, അതാ. ആ, അത് മനസ്സിലായി. എന്താ തപ്പിയത് അത് പറ. എല്ലാ ടിന്നുകളും തുറന്നു നോക്കിയല്ലോ, ഒന്നും കിട്ടിയില്ലേ? ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അവൾ പരിങ്ങലോടെ ഷോളിൽ അമർത്തി പിടിച്ചു. പറയ്, എന്നെ പേടിയാണോ നാച്ചുവിന്? അയാൾ ചിരിച്ചു. നക്ഷത്ര ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കിയതാ. നാച്ചുമോൾക്ക് എന്തെങ്കിലും കിട്ടിയോ? അയാൾ കിച്ചൺ സ്ലാബിന് മുകളിലായി കയറിയിരുന്നു. അവൾ ചുമൽ കുലുക്കി. എൻ്റെ മോളെ, ആ ചെക്കൻ മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ഫുഡ് പുറത്തു നിന്ന് കഴിക്കും. അവന് കിടക്കാൻ ഒരിടം, അതാണ് ഈ വീട്. അയാൾ സ്ലാബിന് താഴെ ഇറങ്ങി. ഒരു ഷെൽഫ് തുറന്ന് കോഫി പൗഡറിൻ്റെയും ഷുഗറിൻ്റെയും ടിൻ കയ്യിലേക്ക് എടുത്തു. ഇത് രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ, അവന് മെയിനായിട്ട് വേണ്ട സാധനം. അയാൾ ചിരിയോടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, ഗ്യാസിലേക്ക് വെച്ചു. കോഫി റെഡി. 3 കപ്പിലേക്ക് പകർത്തി ഒന്ന് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അവൾ ചിരിച്ചു. കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. നന്നായിട്ടുണ്ട്, പതിഞ്ഞ സ്വരം. അയാൾ തലകുലുക്കി. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അയാൾ സെറ്റിയിലായിരുന്നു. മോൾ ഉണ്ടാക്കൂ, ഞാൻ സഹായിക്കാം. ആദ്യ കിച്ചണിലേക്ക് കയറില്ല, സമ്മതാണോ? സ്നേഹത്തോടെയുള്ള ചോദ്യം. ഹാ പപ്പ, എനിക്ക് പാചകം ഇഷ്ടം. അപ്പ പറയും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അമ്മയുടെ കൈപ്പുണ്യം ഉണ്ടെന്ന്. നക്ഷത്ര ചിരിയോടെ പറഞ്ഞു. മോളിങ്ങി വന്നേ, പറയട്ടെ. അവൾ പരുങ്ങലോടെ നിന്നു. വാനാച്ചു. നക്ഷത്ര ആനന്ദിനരിയിലായിരുന്നു. ഈ പപ്പ, ആ വിളി വേണ്ട. സത്യം പറയാലോ, എനിക്ക് ഈ പപ്പ വിളി ഇഷ്ടമല്ല. നക്ഷത്രയുടെ ചുളിഞ്ഞ മുഖം. ആനന്ദ് ചിരിച്ചു. ഞാനേ ഒരു സാധാരണ കുടുംബത്തിലെ 2 ചേച്ചിമാർക്കൊപ്പം വളർന്നവനാ. അമ്മ കുഞ്ഞിലേ മരിച്ചു. ചേച്ചിമാരാ വളർത്തിയത്. അങ്ങനെ അവരെനിക്ക് ചേച്ചിയമ്മയായി. നക്ഷത്ര ആകാംക്ഷയോടെ പപ്പയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കപ്പ് ടേബിളിലേക്ക് വെച്ച് ആനന്ദ് ചിരിച്ചു. ജാനകി, ആദർശിൻ്റെ അമ്മ. അവൾ എന്നെ പ്രണയിച്ചതാ, പണക്കാരി. എന്തോ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ മറച്ചു പിടിച്ചു. കാരണം ഞാനൊന്നും ഇല്ലാത്തവനല്ലേ. എന്തേ, മോൾക്ക് ബോറടിക്കുന്നുണ്ടോ? പകുതിയിൽ നിർത്തി പപ്പ ചോദിച്ചു. ഇല്ല, പപ്പ പറയ്. അയാൾ ചിരിച്ചു. ജാനകി എന്നെ വിടാതെ പിടിച്ചു. അങ്ങനെ എതിർപ്പുകളൊന്നുമില്ലാതെ കല്യാണം നടന്നു. അവരുടെ ഓഫീസിൽ തന്നെ CEO. അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് ആനന്ദ് മേനോൻ്റെ വളർച്ചയുടെ തുടക്കമായിരുന്നു. ജാനകിയുടെ ഷെയറിൽ നിന്നും സ്വന്തമായി ഒരു ബിസിനസ്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചേച്ചിമാരുടെ വിവാഹം, അവർക്ക് നല്ല ജീവിതം. ഒപ്പം ജാനകിയിൽ നിന്നും. മുകുന്ദനെ പോലെയല്ല, പണത്തിൻ്റെ ഒരഹങ്കാരവുമില്ലാത്ത ഒരു പാവം പെണ്ണ്. പക്ഷേ ചെറിയ ചെറിയ വാശികൾ അയാൾ നിർത്തി. ഞങ്ങളൊക്കെ അച്ഛാന്നാ വിളിച്ച് ശീലിച്ചത്. ആദിയുടെ ആ വിളി കേൾക്കാനാ എനിക്കിഷ്ടം. പക്ഷേ അവൾ അതിനെ പപ്പയാക്കി. ഞാൻ എതിര് പറഞ്ഞില്ല. 2ാമത് ജനിക്കുന്ന കുട്ടിയെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അയാൾ ഒന്ന് നിർത്തി വിങ്ങലോടെ ചിരിച്ചു. എൻ്റെ പൊന്നു മോളെയും കൊണ്ടാ ജാനകി പോയത്. 5 മാസം വളർച്ചയെത്തിയ കുഞ്ഞ്. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയതാ. അന്ന് എനിക്ക് അവർക്കൊപ്പം പോകാൻ കഴിഞ്ഞില്ല. വരുന്ന വഴി ആക്സിഡൻറ്റ്, കുഞ്ഞ് നഷ്ടമായി. പക്ഷേ എൻ്റെ ജാനകി, അവൾ തിരികെ വരും എന്ന് പ്രതീക്ഷിച്ചു. 1 വർഷം കോമാ സ്റ്റേജിൽ. ആദിക്ക് 3 വയസ്സുള്ളപ്പോൾ പോയി. അയാൾ നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. പപ്പ. അവൾ സങ്കടത്തോടെ അയാളുടെ തോളിൽ അമർത്തി പിടിച്ചു. പപ്പ എന്ന ആദിയുടെ വിളി മാറ്റാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ചെയ്തില്ല. എൻ്റെ ജാനകിയുടെ മോഹം അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കരുതി. നക്ഷത്ര അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. മോൾ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി, എനിക്ക് അതാ ഇഷ്ടം. അച്ഛൻ. ചുണ്ടുകൾ ചലിച്ചു. അയാൾ ചിരിച്ചു. ശരി, എന്നാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോകാം. ഞാനും വരണോ? പര്യങ്ങലോടെ ചോദിച്ചു. ഹാ, വരണം. ഈ അടുക്കള സാധനങ്ങളെല്ലാം വാങ്ങണ്ടേ? എനിക്കിത് നോക്കിയും കണ്ടും വാങ്ങാൻ അറിയില്ല. എന്താണ്, നാച്ചുവും പപ്പയും കൂട്ടായോ? താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ആദർശ് ഉറക്കെ ചോദിച്ചു. നക്ഷത്ര സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. മോളെ. പതിഞ്ഞ പപ്പയുടെ സ്വരം. അവൾ അയാളെ നോക്കി. അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു എന്ന് ആദിക്ക് അറിയില്ല.
അമ്മ മരിച്ചു, അത്രമാത്രം. അവൻ അറിയരുത്. ഇല്ല അച്ഛാ, ഞാൻ പറയില്ല. ആദർശ് ടേബിളിലിരുന്ന കോഫി കയ്യിലേക്ക് എടുത്തു. ഇത് എനിക്കാണോ നാച്ചു? ഹാ. അവൾ തലകുലുക്കി. അവൻ സെറ്റിയിലായിരുന്നു. ആദി, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഹാ, പോകണം. പക്ഷെ നാച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മോള് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരും. ഇന്ന് ഞാനും നാച്ചും ഒന്ന് പുറത്തേക്ക് പോകും. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പപ്പ കടുപ്പത്തിൽ പറയുമ്പോൾ ആദർശ് ചിരിച്ചു. അപ്പോൾ ഇനി മുതൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് സാരം? ഹാ, പറ്റില്ല. ഇത്രയും നാളും കഴിച്ചില്ലേ, അത് മതി. അയാൾ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. മോള് റെഡിയായിക്കോ, നമുക്ക് സാധനങ്ങൾ വാങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അവളുടെ കവളിൽ പതിയെ തട്ടി. ശരിയച്ചാ. ചായ ചുണ്ടോട് മുട്ടിക്കുമ്പോൾ ആദർശ് ഒന്ന് ഞെട്ടി. സംശയത്തോടെ നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനോ? അങ്ങനെയല്ലേ വിളിച്ചത്? അതോ എനിക്ക് തോന്നിയതാണോ? പപ്പ റൂമിലേക്ക് കയറി ഡോർ അടഞ്ഞതും ആദർശ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. നാച്ചൂട്ടാ. 2 കപ്പും കയ്യിൽ പിടിച്ച് കിച്ചൺ ഭാഗത്തേക്ക് നടന്ന നക്ഷത്ര ഒന്ന് നിന്നു. എന്താ ആദിയേട്ടാ? അല്ല, എനിക്ക് തോന്നിയതാണോ? അവൻ തലമുടിയിൽ വിരൽ കടത്തി തഴുകി. എന്ത്? പതിയെ ചോദിച്ചു. അല്ല പെണ്ണെ, നീ പപ്പയെ അച്ഛാന്നാണോ വിളിച്ചത്? അവൻ്റെ മുഖത്ത് സംശയം. നക്ഷത്ര ചിരിച്ചു. തോന്നിയതല്ല, പപ്പാന്ന് വിളിക്കണ്ട, അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞു. ഓ അങ്ങനെ. അപ്പോ അച്ഛനും മോളും ഒന്നായി. നമ്മൾ പുറത്ത്. അതാണ് രണ്ടാളും എന്നെ കൂട്ടാതെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. കെറുവോടെ കവൾ വീർപ്പിച്ച് പറയുന്നവനെ സങ്കടത്തോടെ നോക്കി. അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ടാ. ആദ്യേട്ടന് ഇഷ്ടമുള്ളിൽ പോകുന്നില്ല, ഉറപ്പോടെ നക്ഷത്ര പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എൻ്റെ പെണ്ണ് ഇത്രക്കേ ഉള്ളൂ. എനിക്ക് ഒരിഷ്ടക്കേടുമില്ല. പപ്പയ്ക്കൊപ്പം അല്ലേ എൻ്റെ നാച്ചൂട്ടൻ. സന്തോഷമായി പോയിട്ട് വാ. അവളുടെ മുഖം 2 കൈയിലും വാരിയെടുത്തു. ഈ മുഖത്തെ ചിരിയും സന്തോഷവും കാണണം. പിന്നെ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ മൃദുവായി ചേർന്നു. പിന്നെ സംശയത്തിൽ നക്ഷത്ര ചോദിച്ചു. അത് സന്തോഷവും ചിരിയും തിരികെ വരുമ്പോൾ ആ സമ്മാനമില്ലേ, അത് വേണം. അവൻ്റെ ചൂണ്ടുവിരൽ നാസികത്തുമ്പിൽ നിന്നും താഴേക്ക് ഇഴഞ്ഞു നീങ്ങി. പോ ദർശേട്ടാ. അവൻ്റെ കയ്യെ തട്ടി മാറ്റി അവൾ ധൃതിയിൽ കിച്ചൺ ഭാഗത്തേക്ക് നടന്നു. നാച്ചൂട്ട ഡോർ ഹാൻഡിൽ തിരിയുന്നതറിഞ്ഞതും വെപ്രാളത്തിൽ ദാവണി ഷോൾ പിൻ ചെയ്തു. അവൻ അകത്തേക്ക് കയറി. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമായിരുന്നോ? പരവേശത്തോടെ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. ഹാ, കഴിഞ്ഞു. അവൻ ചിരിയോടെ അരികിലേക്ക് വന്നു. എന്താടി പെണ്ണെ, പേടിച്ചു പോയോ? കൈവിരലിൽ പതിയെ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. അതെന്താ പേടിയില്ലാത്തെ? കുറുമ്പ് നിറഞ്ഞ അവൻ്റെ ചിരി. ആ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നക്ഷത്രയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. എൻ്റെ ദർശേട്ടനല്ലേ? ആണോ? പെട്ടെന്ന് അവൻ്റെ ചോദ്യം. അവളുടെ കണ്ണുകൾ ചുളിഞ്ഞു. അല്ലേ? നക്ഷത്രയുടെ പതിഞ്ഞ സ്വരം. അയ്യോ, ആണ്. ചിരിയോടെ അവനെ മുറുകെ പിടിച്ചു നിന്നു. ഞാൻ കോളേജിലേക്ക് പോവാം, അത് പറയാനാ വന്നത്. വിടർന്നു കിടക്കുന്ന തലമുടിയിൽ തഴുകുമ്പോൾ നക്ഷത്ര ചിരിയോടെ തല ഉയർത്തി. അപ്പം അറിയാം. നെറ്റിത്തടത്തിൽ അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ്. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. മിസ് യു. ഈവനിങ് കാണാം. പ്രണയത്തോടെ അവൻ്റെ സ്വരം. അവൾ കണ്ണുകൾ തുറന്നു. ദർശേട്ടാ. എന്താടാ? അത് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറട്ടെ. എന്തു പറ്റി? ഞാൻ ഒരുപാട് സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? അവൻ്റെ മുഖം ചുളിഞ്ഞു. ഏയ് അല്ല, എനിക്ക് എന്തോ പോലെ. ഇത് തെറ്റല്ലേ? എന്ത് തെറ്റ്? നീ ഈ നൂറ്റാണ്ടിലല്ലേ പെണ്ണെ ജീവിക്കുന്നത്? അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. പപ്പ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ഉറക്കെ വിളിച്ചു. അയ്യോ, അച്ഛനോട് പറയാൻ പോവാണോ? വേണ്ടാട്ടോ. ആദർശ് കണ്ണ് ചിമ്മി ചിരിച്ചു. എന്താ ആദി? ഹാ, മോള് റെഡിയായോ? അതേ പപ്പ, നാച്ചൂട്ടൻ ഹോസ്റ്റലിലേക്ക് മാറട്ടേന്ന്. അയാൾ നക്ഷത്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തേ ഈ ചെക്കൻ മോളെ ശല്യം ചെയ്യുന്നുണ്ടോ? കടുപ്പത്തിൽ ചോദിച്ചു. ഏയ് അല്ല, കല്യാണത്തിന് മുന്നേ ഇവിടെ നിൽക്കാൻ, അതാ, അല്ലാതൊന്നുമില്ല. അവൾ പരുങ്ങലോടെ പറഞ്ഞു. ഓ അതാണോ? അച്ഛൻ ഒരാഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോകും. അപ്പം മോൾക്ക് ഹോസ്റ്റലിൽ പോകാം. അതെന്താ? പപ്പ കല്യാണം കഴിയുന്നത് വരെ ഇവിടെ ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞിട്ട്? ആദർശ് സംശയത്തിൽ ചോദിച്ചു. അത് ഒരത്യാവശ്യമുണ്ട്. പോയി ഒരാഴ്ചക്കകം തിരികെ വരും. അയാളുടെ സ്വരമൊന്ന് കടുത്തു. എന്നാൽ ശരി പപ്പ, ഞാൻ പോവുകയാണേ. നിങ്ങളിപ്പോൾ ഇറങ്ങില്ലേ?
ആ ഞങ്ങളും ഇറങ്ങി. ആദർശിൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്നു പോയതിൻ്റെ പിന്നാലെ ആനന്ദ് മേനോൻ്റെ കാറും സ്റ്റാർട്ടായി. മോള് കയറ്. കോർ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അവൾ സീറ്റിലേക്കിരുന്നു. പോകാം. കാറിൽ ഇതാദ്യമാണോ? കണ്ണുകൾ കാറിനകമാകെ ഓടി നടക്കുമ്പോൾ സംശയത്തിൽ ചോദിച്ചു. അവൾ തലകുലുക്കി. മുന്നിലേക്കുള്ള യാത്ര, പിന്നിലേക്ക് മറയുന്ന കാഴ്ചകളെ കൗതുകത്തോടെ നോക്കിയിരുന്നു. എല്ലാം വാങ്ങിയില്ലേ മോളെ? മാർജിൻ ഫ്രീയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കാറിൻ്റെ ഡിക്കിയിൽ വെക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു. എല്ലാം വാങ്ങി. കാറ് മുന്നിലേക്ക് നീങ്ങി. നമ്മൾ വീട്ടിലേക്കല്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, കാറ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പാർക്കിങ്ങിൽ നിർത്തി. എന്താ ഇവിടെ? അതൊക്കെ പറയാം, മോളിറങ്ങ്. അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ നക്ഷത്രയും. വാ. നക്ഷത്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ മുഖം സന്തോഷത്തിൽ വിടർന്നു. കണ്ണുകൾ നിറഞ്ഞു. എന്താ നാജു, എന്തു പറ്റി? എന്തിനാ കണ്ണു നിറഞ്ഞേ? അയാളിൽ വെപ്രാളം. അത് അപ്പയും ഇങ്ങനെയായിരുന്നു. എന്നെ പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെ മുറുകെ പിടിക്കും. ചുണ്ടുകൾ വിതുമ്പി. അതങ്ങനെയാ പെൺമക്കളോടുള്ള ഒരച്ഛൻ്റെ കരുതൽ. അയാൾ ചിരിച്ചു. ടോപ്പും പലാസോയും സെലക്ട് ചെയ്യുന്ന അച്ഛനെ നോക്കി നിന്നു. ഇതാർക്കാ അച്ഛാ? പതിയെ ചോദിച്ചു. മറ്റാർക്ക് മേടിക്കാനാ? മോൾക്ക് തന്നെയാ. അയ്യോ, എനിക്കിതൊന്നും വേണ്ടച്ചാ, ഞാൻ ധാവണിയാ ഉപയോഗിക്കാറ്. എൻ്റെ കുട്ടി, ഇതൊന്നും ന്യൂ ജനറേഷൻ പിള്ളേരിടത്തില്ല. പിന്നെ ഓണം, എന്തെങ്കിലും ഫംഗ്ഷൻ, ഇതിനൊക്കെയാ ഉപയോഗിക്കാറ്. സെയിൽസ് ഗേള് ചിരിയോടെ പറയുമ്പോൾ നക്ഷത്ര ദയനീയമായി അച്ഛനെ നോക്കി. ഇനി മുതൽ ഒരു മാറ്റം വേണം. ഇന്ന് കോളേജ് കഴിഞ്ഞ് ചെക്കൻ വരുമ്പോൾ നാച്ചൂട്ടൻ്റെ രൂപം കണ്ട് ഞെട്ടണം. ലോങ് സ്കർട്ടും ക്രോപ്പ് ടോപ്പും അച്ഛൻ തന്നെ സെലക്ട് ചെയ്തു. ഇഷ്ടമായില്ലേ മോൾക്ക്? എന്നാവാ ബില്ലിങ്ങിലേക്ക് പോകാം. ആനന്ദ് മുന്നിലേക്ക് നടന്നു. അവൾ പരുങ്ങലോടെ നിന്നു. എന്താ മോളെ? സംശയത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, പോകാം. മോൾക്ക് മറ്റെന്തേലും വേണേൽ മേടിച്ചോ, അച്ഛൻ്റെ ആ ഏരിയയിലുണ്ടാവും. അയാൾ നടന്നകന്നു. പർച്ചേസിങ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. നല്ല ചൂടല്ലേ, ഒരു ഐസ്ക്രീം ആയാലോ? നക്ഷത്ര ചിരിച്ചു. അപ്പം ആവാം അല്ലേ? സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നക്ഷത്ര അറിയുകയായിരുന്നു ആ അച്ഛൻ്റെ വാത്സല്യ ചൂട്. എടി, ഒന്നവിടെ നിന്നേ. പിന്നിൽ നിന്നും നിതിൻ്റെ സ്വരം. മെർലിൻ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. തിരിഞ്ഞു നോക്കി വെളുക്കനെ ചിരിച്ചു. ദേ പെണ്ണെ, ഞാൻ പോവാണ്. സൈറ മുന്നിലേക്ക് നടന്നു. എന്താ? കടുപ്പത്തിൽ അവൾ ചോദിച്ചു. ദേ, ഇന്നും രാത്രി മതിൽ ചാടിക്കടന്ന് വീട്ടിൽ വരാൻ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. അതെന്താ? ഞാൻ വരും. പട്ടിയെ തുറന്നു വിടും, ഞാൻ പറഞ്ഞേക്കാം. ഓ, തുറന്നു വിട്ടോ. ഡോഗ് ബിസ്ക്കറ്റ് കൊടുത്ത് ഞാൻ മയക്കിയെടുത്തോളാം. ഒരു പട്ടിയെ കാണിച്ചൊന്നും എന്നെ പേടിപ്പിക്കല്ലേ മോനെ. ഇത് ഐറ്റം വേറെയാ. അവൾ ഷർട്ടിൻ്റെ കോളർ ഉയർത്തി. അതെനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഇന്നലെ നീ സുഖമായി ഉറങ്ങി. പേടിച്ചെനിക്ക് ഉറക്കം പോലും വന്നില്ല, അറിയോ? ജീവൻ കയ്യിൽ പിടിച്ചാ ഇരുന്നത്. അച്ഛനും അമ്മയും അറിഞ്ഞാൽ പിന്നെ ചത്താ മതി. ഒന്ന് പോടാ, ഇതൊക്കെ സിമ്പിളല്ലേ. ഇനി എന്തൊക്കെ കിടക്കുന്നു? കുറുമ്പോടെ പറയുന്നവളെ കൂറിപ്പിച്ച് നോക്കി. ഞാൻ പോവാം. നിതിൻ്റെ കൈ അവളുടെ കൈത്തണ്ടയിൽ അമർന്നു. ആരെങ്കിലും കാണും ചെക്ക, വിട്. പറ്റില്ല. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് നീ നോക്കിക്കോ, ഈ നിതിൻ ആരെന്ന് നീ അറിയും. എന്തറിയാൻ? ഇന്നലെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നതാ. പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത്രയ്ക്കും പേടിത്തൊണ്ടനായിരുന്നു അല്ലേ? നിതിനെ പിന്നിലേക്ക് തള്ളി മാറ്റി അവൾ മുന്നിലേക്ക് ഓടി. എടി, ഉച്ചത്തിലുള്ള നിതിൻ്റെ സ്വരം. ഒന്ന് പോടാ, ഇന്ന് ഞാൻ വരില്ലല്ലോ. മമ്മയും പപ്പയും നൈറ്റ് എത്തും. ഈ ആഴ്ച നിന്റെ വീട്ടിൽ വരും എന്ന് പറഞ്ഞു. എന്തിന്? അവനിൽ വെപ്രാളം. ലൈസൻസ് വാങ്ങാൻ, അല്ലാതെന്തിനാ? ചിരിയോടെ അവൾ ക്ലാസ്സിലേക്ക് കയറി. പൊന്നു മോനെ നിതിൻ. പ്രവീണും വരുണും അവനെ കൂട്ടിപ്പിടിച്ചു. എന്താണ്? നിതിൻ വെളുക്കനെ ചിരിച്ചു. ഈവനിങ് കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ഓപ്പോസിറ്റായി വരുന്ന ദീപുവിനെ കണ്ട് ആദർശ് ഒന്ന് നിന്നു. നിന്റെ പെണ്ണും പിള്ള എന്തു പറയുന്നു? ആദർശ് കടുപ്പത്തിൽ ചോദിച്ചു. എന്തു പറയാൻ, ആള് റൂട്ടിൽ വന്നു തുടങ്ങി. ദീപക്കിൻ്റെ ചിരിച്ച മുഖം. എന്നാൽ നന്ന്. ഇല്ലേൽ അച്ഛൻ്റെ ഒപ്പം മോളെയും ഞാനങ്ങ് ഒതുക്കും. കടുപ്പിച്ച് പറയുമ്പോൾ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തു. ഹലോ. മറുവശത്തു നിന്നും കടുത്ത സ്വരം. ആരാ? ആദർശ് ചോദിച്ചു. ആദർശല്ലേ, ഞാൻ SI പ്രശാന്ത്. എന്താ സാർ? വെപ്രാളത്തിൽ അവൻ ഫ്രണ്ട്സിനെ നോക്കി ബൈ പറഞ്ഞ് പാർക്കിങ്ങിലേക്ക് ഓടി.
ഈ ആനന്ദ് കൺസ്ട്രക്ഷൻ ആരുടെ ഓഫീസെന്നാ ആദർശ് പറഞ്ഞത്? ബുള്ളറ്റിന് അരികിലെത്തിയവൻ ഒന്ന് നിന്നു. പപ്പയുടേതാണ് സാർ, മിസ്റ്റർ ആനന്ദ് മേനോൻ. എന്താ സാർ, എന്താ പ്രശ്നം? ഞാൻ ഇവിടെയുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഹാ സാർ, ഒരു 5 മിനിറ്റ്സ്, ഞാൻ ബീച്ചിലെത്താം. ഓക്കെ. മറുവശത്ത് കോൾ കട്ടായി. ആദർശ് ആലോചനയോടെ ബുള്ളറ്റിൽ കയറി. മാറ്റർ സീരിയസ് ആണോ? ഇതിന് പിന്നിൽ എനിക്കറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളാവരുത്. അയാൾ എൻ്റെ പെണ്ണിന് വേണ്ടി ആ ബന്ധം ഞാനങ്ങ് മറക്കും. അവൻ പല്ല് കടിച്ചു പിടിച്ചു.